നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കെ.സി. വേണുഗോപാലിന്റെ മധ്യസ്ഥതയിൽ രമേശ് ചെന്നിത്തലയും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും തമ്മിലുള്ള തർക്കം പറഞ്ഞു തീർത്തു. ഇക്കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിലായി പെരുന്ന NSS ആസ്ഥാനത്തും ജി സുകുമാരൻ നായരുടെ വീട്ടിലുമായാണ് ചർച്ചകൾ നടന്നത്. 2026 വലതുമുന്നണി അധികാരത്തിലെത്തുകയാണെങ്കിൽ ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാവണം. ഇതിനുള്ള പ്രധാന തടസ്സമാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. കെ.സി. വേണുഗോപാൽ പറഞ്ഞാൽ തീരാത്ത പിണക്കം സുകുമാരൻ നായർക്കില്ല. അവർ തമ്മിലുള്ള അടുപ്പത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. വേണുഗോപാലുമായി അടുത്ത ബന്ധമില്ലായിരുന്നെങ്കിൽ എന്നേ സുകുമാരൻ നായർ BJPയിൽ എത്തുമായിരുന്നു. ചെന്നിത്തലയുമായി ഉടക്കിയ കാലത്ത് സുകുമാരൻ നായർ വേണുഗോപാലുമായി ഹൃദയബന്ധം സൂക്ഷിച്ചിരുന്നു. വേണുഗോപാലിന്റെ ഇടപെടലിനെ തുടർന്നാണ് NSS നേതൃത്വവും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും തമ്മിൽ മഞ്ഞുരുകിയത്. മന്നം ജയന്തി ആഘോഷത്തിൽ മുഖ്യപ്രഭാഷണം നടത്താൻ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിരിക്കുകയാണ് NSS. വർഷങ്ങളായി തുടരുന്ന അകൽച്ചയ്ക്കാണ് ഇതോടെ അവസാനമാവുന്നത്. 8 വർഷമായി NSSും ചെന്നിത്തലയും അകൽച്ചയിലായിരുന്നു. NSS ജനറൽ സെക്രട്ടറിയുടെ താക്കോൽ സ്ഥാന പരാമർശവും ചെന്നിത്തല അത് തള്ളിപ്പറഞ്ഞതുമായിരുന്നു അകൽച്ചയ്ക്ക് കാരണം. കുറെ നാളുകളായി NSS പരിപാടികളിലേക്ക് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിരുന്നില്ല. 2013 കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച താക്കോൽ സ്ഥാന വിവാദം. ഉമ്മൻചാണ്ടി സർക്കാരിൽ താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ കൊണ്ടുവരണമെന്ന NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പ്രസ്താവനയാണ് വലിയ വിവാദമായത്. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആദ്യം ഇതിന് വഴങ്ങിയില്ല. വിവാദമായതോടെ സുകുമാരൻ നായരുടെ പ്രസ്താവനയെ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ അന്ന് തള്ളിപ്പറയേണ്ടി വന്നു. ഇതാണ് ചെന്നിത്തല NSS അകൽച്ചയിലേക്ക് നയിച്ചത്. പിന്നീട് ചെന്നിത്തല പെരുന്നയിൽ എത്തിയതേയില്ല. 2021 ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം തെറിക്കുന്നതും അകൽച്ച കാരണമായി. NSSൽ പിടിവിട്ടതോടെ ചെന്നിത്തല കോൺഗ്രസ് നേതൃത്വത്തിന് വേണ്ടാതായി. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ചെന്നിത്തല ഉന്നയിച്ച ആരോപണങ്ങൾ ചീറ്റിപ്പോയതിനു പിന്നിലും NSSുമായുള്ള അകൽച്ച കാരണമായി. VD സതീശന് ലോട്ടറി അടിച്ചതുപോലെയാണ് പ്രതിപക്ഷ നേതാവായത്. ചെന്നിത്തലയ്ക്ക് ഇതുണ്ടാക്കിയ മനപ്രയാസം ചെറുതല്ല. പ്രതിപക്ഷ നേതാവായ സതീശൻ സ്വാഭാവികമായും അടുത്ത മുഖ്യമന്ത്രിയാവുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെയാണ് ചെന്നിത്തല വീണ്ടും സെൻട്രൽ സ്റ്റേജിലേക്ക് വരുന്നത്. ചെന്നിത്തലയും സതീശനും തമ്മിലുള്ള ബന്ധം തീരെ മോശമാണ്. സതീശനാണെങ്കിൽ NSSുമായി യാതൊരു പൊരുത്തവുമില്ല. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മതസാമുദായിക സംഘടനകളെ വിമർശിച്ചു. ഇത് നായർ സർവീസ് സൊസൈറ്റിയെ പ്രകോപിപ്പിച്ചു. രാഷ്ട്രീയക്കാർ സമുദായ നേതാക്കൾക്ക് വിധേയരാകരുതെന്ന് പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ ശേഷം സതീശൻ പറഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഉറപ്പായതിനു ശേഷമാണ് സതീശൻ മതസാമുദായിക സംഘടനകളെ വിമർശിക്കാൻ തുടങ്ങിയതെന്നും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പ്രസ്താവനയിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുൻപ് സതീശൻ NSS ആസ്ഥാനം സന്ദർശിച്ച് സംഘടനയുടെ പിന്തുണ തേടിയിരുന്നു. അദ്ദേഹം 1 മണിക്കൂർ NSS ആസ്ഥാനത്ത് ചിലവഴിച്ചു. പിന്നീട് താലൂക്ക് യൂണിറ്റ് കമ്മിറ്റികളിൽ നിന്ന് പിന്തുണ തേടി. ഇപ്പോൾ അതേ സംഘടനയ്ക്കെതിരെ മോശം ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഇത് ന്യായീകരിക്കാനാകില്ലെന്നും ജനറൽ സെക്രട്ടറി പറഞ്ഞു. എല്ലാ മതസാമുദായിക സംഘടനകളോടും കോൺഗ്രസ് സഹിഷ്ണുത കാണിക്കുന്നു. പാർട്ടി നേതൃത്വം സതീശിന്റെ പരാമർശങ്ങൾ വിമർശനാത്മകമായി വിശകലനം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനത്തിൽ ഇടപെടാൻ മതസാമുദായിക സംഘടനകൾക്ക് അവകാശമില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രവർത്തനങ്ങളും അഭിപ്രായങ്ങളും വിശകലനം ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന് തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. സതീശന്റെ പരാമർശങ്ങളിലും ശബരിമല വിഷയത്തിലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിലപാട് അറിയാൻ NSSന് ആകാംക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കെതിരെ NSS നിലപാട് എടുത്തിട്ടില്ലെന്നും എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പിന്തുണ തേടിയെന്നും അദ്ദേഹം പറഞ്ഞു. ചെന്നിത്തലയെ NSS മന്നം ജയന്തിക്ക് വിളിച്ചതിന്റെ അപകടം VD സതീശൻ തിരിച്ചറിഞ്ഞതോടെ തന്നെ മാരാമൺ കൺവെൻഷന് പ്രസംഗിക്കാൻ ക്ഷണിച്ച വിവരം സതീശൻ പുറത്തുവിട്ടു. ഇതിൽ നിന്നും ഇരു നേതാക്കളും തമ്മിലുള്ള അകൽച്ച കൂടുതൽ വ്യക്തമായി. പക്ഷേ മാരാമൺ കൺവെൻഷന്റെ വാർത്ത മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ശേഷമാണ് ചെന്നിത്തലയുടെ വാർത്ത പുറത്തു വന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സുവിശേഷ കൂട്ടായ്മയായ മാരാമൺ കൺവെൻഷനിൽ പ്രാസംഗികനായ പ്രതിപക്ഷ നേതാവ് VD സതീശന് ക്ഷണം ലഭിച്ചെന്നായിരുന്നു വാർത്ത. കൺവെൻഷന്റെ ഭാഗമായി ഫെബ്രുവരി 15-ന് 4-ന് നടക്കുന്ന യുവജന സമ്മേളനത്തിനാണ് പ്രസംഗം. മാരാമൺ കൺവെൻഷന്റെ 130 വർഷത്തെ ചരിത്രത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും ജനപ്രതിനിധികളും സംബന്ധിക്കാറുണ്ടെങ്കിലും പ്രസംഗിക്കാൻ അവസരം ലഭിക്കാറില്ല. അപൂർവമായി മാത്രമേ രാഷ്ട്രീയ രംഗത്തു നിന്നുള്ളവർ പ്രസംഗിച്ചിട്ടുള്ളൂ. സുവിശേഷ യോഗങ്ങളായതിനാൽ ക്രൈസ്തവർ പ്രസംഗിച്ചിട്ടുള്ളതും അപൂർവം തന്നെ. 1935 എബ്രഹാം മാർത്തോമ മെത്രാപോലീത്തയുടെ ക്ഷണപ്രകാരം CV കുഞ്ഞിരാമൻ പ്രസംഗിച്ചിരുന്നു. തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ജാതി സമ്പ്രദായത്തിൽ മനം നൊന്ത CV ഈഴവരുടെ കൂട്ടായ്മ മതം മാറ്റത്തെക്കുറിച്ചുള്ള ചിന്താ കൺവെൻഷനിൽ പങ്കിട്ടത് വലിയ ചലനം സൃഷ്ടിച്ചു. ഇത്തരം സാമൂഹിക സമ്മർദ്ദങ്ങളോടുകൂടി വെളിച്ചത്തിലായിരുന്ന പിറ്റേ വർഷത്തെ ക്ഷേത്രപ്രവേശന വിളംബരം 1974 യൂഹാനോൻ മാർത്തോമ മെത്രാപോലീത്തയുടെ ക്ഷണപ്രകാരം
ഇപ്രകാരം മുഖ്യമന്ത്രി NSC അച്യുതമേനോനും പ്രസംഗിച്ചു. സഭകൾ കമ്മ്യൂണിസവുമായി ഏറെ അകന്നു നിന്നിരുന്ന കാലമായിരുന്നു അത്. ക്രൈസ്തവ ദർശനത്തെ കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിൽ എങ്ങനെ കാണുന്നെന്ന് വിശദീകരിക്കുന്നതായിരുന്നു പ്രസംഗം. മുൻ വർഷം ശശി തരൂർ കൺവെൻഷന്റെ ഭാഗമായി നടക്കുന്ന യുവജന സമ്മേളനത്തിൽ പ്രസംഗിച്ചു. യുവജനങ്ങളുടെ കുടിയേറ്റമായിരുന്നു വിഷയം. പ്രതിപക്ഷ നേതാവായ ശേഷം വിവിധ ക്രൈസ്തവ സഭാ കൺവെൻഷനുകളിൽ സതീശൻ പങ്കെടുത്തിട്ടുണ്ട്. ബൈബിൾ ധാരാളമായി ഉദ്ധരിച്ചും ക്രൈസ്തവ വീക്ഷണത്തെ സാമൂഹിക പ്രവർത്തനവുമായി ബന്ധിപ്പിച്ചുമുള്ള പ്രസംഗങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം UDF നേതൃയോഗത്തിൽ അനൗപചാരികമായി ഇക്കാര്യം സംബന്ധിച്ച പരാമർശം വന്നു. കൺവെൻഷനുകളിൽ സതീശന്റെ സാന്നിധ്യത്തെ മോൻസ് ജോസഫും അനൂപ് ജേക്കബും അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. ചെറുപ്പം മുതൽ തന്നെ മാരമൺ മണൽപ്പുറത്ത് നടക്കുന്ന ആധ്യാത്മിക കൺവെൻഷനിലെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നെന്നും ക്ഷണം സന്തോഷത്തോടെ സ്വീകരിക്കുന്നെന്നും സതീശൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവായിരിക്കെ കോൺഗ്രസുകാരനായ NSS പ്രവർത്തകർ അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുക്കരുതെന്ന ചെന്നിത്തലയുടെ പ്രസ്താവനയെ G. സുകുമാരൻ നായർ പുച്ഛിച്ചു തള്ളിയിരുന്നു. താൻ തന്നെ താക്കോൽ സ്ഥാനം വാങ്ങി നൽകിയ ചെന്നിത്തല NSSനെതിരെ പരസ്യമായി രംഗത്തെത്തിയത് G. സുകുമാരൻ നായരെയും NSS നേതൃത്വത്തെയും പ്രകോപിപ്പിക്കുകയും അമ്പരിപ്പിക്കുകയും ചെയ്തു. NSS BJPയുമായി അടുക്കാൻ നിൽക്കുന്ന വേളയിൽ തന്നെ ഇത്തരം പ്രസ്താവനകൾ ഇറക്കി സുകുമാരൻ നായരെ പ്രകോപിപ്പിച്ചത് ശരിയായില്ലെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ അന്ന് പറഞ്ഞിരുന്നു. ചെന്നിത്തലയുടെ പ്രസ്താവന കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഗൗരവമായി എടുത്തു. ഇത്തരം പ്രസ്താവനകൾ കോൺഗ്രസിന്റെ ശക്തി ദുർബലപ്പെടുത്തുമെന്നായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതേസമയം തന്റെ ചുമലിൽ ഇത്രയും കാലമുണ്ടായിരുന്ന നായർ കറ നീക്കാനാണ് ചെന്നിത്തലയുടെ ശ്രമമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം പറഞ്ഞു. അയ്യപ്പ ജ്യോതിക്ക് പിന്നിൽ RSS ആണെന്ന് ചെന്നിത്തല പറഞ്ഞു. വിശ്വാസികളെ വിശ്വസിപ്പിച്ച് കൂടെ നിർത്താനാണ് RSS ശ്രമിക്കുന്നതെന്നും ചെന്നിത്തല ആവർത്തിച്ചു. അയ്യപ്പ ജ്യോതിയിൽ വിശ്വാസികൾ പങ്കെടുക്കരുതെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. താൻ നായരാണെന്നും NSSുമായി അടുപ്പം പുലർത്തുന്ന ആളാണെന്ന ചിന്ത ചെന്നിത്തല കുറച്ചുനാളായി അലട്ടുന്നുണ്ട്. ആഭ്യന്തരമന്ത്രിയായി കഴിഞ്ഞപ്പോൾ തന്നെ ഇത്തരമൊരു പ്രതിച്ഛയിൽ നിന്നും കരകയറാൻ ചെന്നിത്തല ശ്രമിച്ചിരുന്നു. എന്നാൽ G. സുകുമാരൻ നായരുമുള്ള കടപ്പാടിൽ നിന്നും മുക്തനാകാൻ ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. തിരുവഞ്ചൂരിൽ നിന്ന് തട്ടിപ്പറിച്ച് ചെന്നിത്തലയ്ക്ക് സുകുമാരൻ നായർ നൽകിയതാണ് ആഭ്യന്തരമന്ത്രി സ്ഥാനം. എന്നാൽ സ്ഥാനം കിട്ടിയതോടെ ചെന്നിത്തല അതെല്ലാം മറന്നു. തിരുവഞ്ചൂരും സുകുമാരൻ നായരും അത്ര നല്ല ബന്ധത്തിലല്ല. ആഭ്യന്തരമന്ത്രിയായ കാര്യം തിരുവഞ്ചൂർ സുകുമാരൻ നായരിൽ നിന്ന് മറച്ചുവെച്ചതാണ് സുകുമാരൻ നായരെ പ്രകോപിപ്പിച്ചത്. സുകുമാരൻ നായർ മുൻചുണ്ടിക്കാരനാണ്. ചെറിയ പിഴവുകൾ പോലും അദ്ദേഹം സഹിക്കില്ല. അതാണ് തിരുവഞ്ചൂരിനും വിനയായത്. ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം സുകുമാരൻ നായരുമായുള്ള ബന്ധത്തിലുള്ള ചെറിയ അകലം പോലും ഹരിപ്പാട് മണ്ഡലത്തിൽ ദോഷമായി മാറി. അതേസമയം NSS പ്രതിച്ഛായ ഇല്ലാതാകുന്നത് ചെന്നിത്തലയുടെ ഇമേജ് വർദ്ധിപ്പിക്കും. തനിക്ക് മുഖ്യമന്ത്രിയാവണമെങ്കിൽ NSS സഹായിക്കണമെന്ന് ചെന്നിത്തലയ്ക്ക് അറിയാം. അതിനുവേണ്ടി അദ്ദേഹം കരുക്കൾ നീക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായി. VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് വെട്ടണമെന്നതാണ് പ്രധാന കാരണം. തന്നോളം സീനിയറായ ഒരാളെ ഇനിയും മുഖ്യമന്ത്രിയാക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന ചെന്നിത്തലയുടെ ആഗ്രഹത്തോട് നമുക്ക് മുഖം തിരിക്കാനാകില്ല. കാരണം അദ്ദേഹത്തിന് അർഹതപ്പെട്ടത് തന്നെയാണ് താക്കോൽ സ്ഥാനം. ഭരണം കിട്ടിയിട്ട് 10 കൊല്ലമായ സാഹചര്യത്തിൽ തന്റെ സ്ഥാനത്തിന് ആരും എതിർപ്പ് പ്രകടിപ്പിക്കില്ലെന്ന് ചെന്നിത്തല കരുതുന്നു. ഇനിയും കോൺഗ്രസിന് ഭരണം കിട്ടാതിരുന്നാൽ കാര്യങ്ങൾ അവതാളത്തിലാകും. ഇനി ചെന്നിത്തലയ്ക്ക് പേടിയുള്ളത് കോൺഗ്രസിലെ ഗ്രൂപ്പ് നേതാക്കളെ മാത്രമാണ്.